നമസ്കാരം, ന്യൂസ് 11:30 സ്വാഗതം. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 88ാം തിരുനാളിന്റെ ഭാഗമായി നടക്കുന്ന മരിയൻ ബൈബിൾ കൺവെൻഷന് തുടക്കമായി. നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ആരംഭിച്ച ബൈബിൾ കൺവെൻഷന്റെ ഉദ്ഘാടനം പോട്ട ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് കർത്താനം നിർവഹിച്ചു. വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ, ബൈബിൾ കൺവെൻഷൻ കൺവീനർ ജോൺസൺ കാക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ വൈകിട്ട് 5 മണിക്കുള്ള ദിവ്യബലിക്ക് ശേഷം ആരംഭിക്കുന്ന ബൈബിൾ കൺവെൻഷൻ 9:30 വരെ ഉണ്ടായിരിക്കും. പോട്ട ആശ്രമത്തിലെ ഫാദർ ആന്റണി പയ്യപ്പള്ളി നയിക്കുന്ന സംഘമാണ് ബൈബിൾ കൺവെൻഷന് നേതൃത്വം നൽകുന്നത്. ബൈബിൾ കൺവെൻഷന് ശേഷം സമീപ ഇടവകകളിലേക്ക് വാഹന സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായൊരു ദൈവശക്തി എൻ്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ വെളിപ്പെടട്ടെ. ഒരു പക്ഷേ ചില രോഗപീഠകൾ വർഷങ്ങളായി നിന്റെ ശരീരത്തിൽ അനുഭവിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ ഈ നാളുകളിൽ നീ തിരിച്ചറിഞ്ഞ ചില രോഗപീഠകൾ നീ വിഷമിക്കുന്നുണ്ടാവും. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്നുണ്ടാവും. എന്നാൽ നീ വിശ്വസിക്കുക, ഇതാ സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ ഇവിടെ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സമയം നിന്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ പരിശുദ്ധാത്മാവ് ഇടപെടും. വയലത്തൂർ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ കുര്യാക്കോസ് സഹദായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ തോമാസ് ലീഹായുടെയും വിശുദ്ധ അൽഫോൻസാമയുടെയും സംയുക്ത തിരുനാളിന് തുടക്കമായി. ചൊവ്വാഴ്ച രാവിലെ കാഴ്ച സമർപ്പണം, ലതീഞ്ഞ്, നോവേന, വിശുദ്ധ കുർബാന, നേർച്ച വിതരണം എന്നിവ ഉണ്ടായി. ഇടവക വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ കാർമ്മികത്വം വഹിച്ചു. 5 മണിക്ക് നടന്ന പ്രസുദേന്തി വാഴ്ചയ്ക്ക് കൈപ്പറമ്പ് ദേവാലയം നടത്ത് വികാരി ഫാദർ ഡേവിസ് ചിറമൽ നേതൃത്വം നൽകി. ദീപാലങ്കാര സ്വിച്ച് ഓൺ ഫാദർ ഡേവിസ് ചിറമൽ, വടക്കേക്കാട് SHO ജസ്റ്റിൻ PP എന്നിവർ ചേർന്ന് നിർവഹിച്ചു. തുടർന്ന് പാലക്കാട് RR മീഡിയ ഒരുക്കുന്ന ഗാനമേളയും ഉണ്ടായി. 14-ന് ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ചെമ്മണ്ണൂർ പള്ളി വികാരി ഫാദർ ഗ്ലാഡ്വിൻ വട്ടക്കുഴി, കാക്കശ്ശേരി പള്ളി വികാരി ഫാദർ തോമസ് ഊക്കൻ, അഞ്ഞൂർ ദിവ്യദർശൻ വികാരി ഫാദർ ജോസഫ് താഴത്തേതിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് CMI പാലക്കാട് ഇടവക വൈദികൻ ഫാദർ അനിൽ തലക്കോട്ടൂർ കാർമ്മികനാകും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും രാത്രി 7:30-ന് വർണ്ണമഴയും ഉണ്ടായിരിക്കും. 15-ന് ബുധനാഴ്ച രാവിലെ മരിച്ചവർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാനയും ഒപ്പീസ് എന്നിവ നടത്തും. രാത്രി 7 മണിക്ക് കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന ഒറ്റ എന്ന നാടകവും അരങ്ങേറും. വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ, ജനറൽ കൺവീനർ TC ഡെന്നി, ജോയിന്റ് കൺവീനർ CK ജെയിംസ്, ട്രസ്റ്റിമാരായ CC ജോസ്, IT വിൻസെന്റ്, ബിജു തോമസ്, സെക്രട്ടറി ജോസ് വടക്കൻ, പബ്ലിസിറ്റി കൺവീനർ ബിജു തോമസ് സാഗര എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം മുനിസിപ്പാലിറ്റി 26-ാം വാർഡിൽ ചീരംകുളം അങ്കണവാടിയുടെ 28ാമത് വാർഷികവും കലാപരിപാടികളും നടന്നു. വാർഡ് കൗൺസിലർ അനൂപ് ചീരംകുളത്തിന്റെ അധ്യക്ഷതയിൽ സാമൂഹ്യ പ്രവർത്തകനും നാട്ടുകാരനുമായ പനങ്ങാട്ട് അയ്യപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ജില്ലാ ക്ഷീര കർഷക അവാർഡിന് അർഹയായ സുഹാസിനി സോമനെ ആദരിച്ചു. ALM SC അംഗം അജിതൻ MK, അങ്കണവാടി ടീച്ചർ ഷീജ കുമാരി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളുമുണ്ടായി. മണ്ണിൽ പൊന്നു വിളയിച്ച നാരായണനും സുരേഷും. ചങ്ങരംകുളം ചീയാനൂർ കൈപ്രവളപ്പിൽ നാരായണനും മടത്തിൽ വളപ്പിൽ സുരേഷുമാണ് പാട്ടത്തിനെടുത്ത സ്ഥലത്ത് 20 വർഷമായി തുടർച്ചയായി പച്ചക്കറി കൃഷി ചെയ്തു വരുന്നത്. വിഷുവിപണി ലക്ഷ്യമിട്ട് ഈ സീസണിൽ 2 ഏക്കർ സ്ഥലത്താണ് വെള്ളരി കൃഷി നടത്തിയത്. ഇതിൽ നിന്നും 5000 കിലോയിലധികം കണിവെള്ളരിയാണ് നാരായണനും സുരേഷും ചേർന്ന് വിൽപ്പന നടത്തിയത്. വെള്ളരിക്കു പുറമെ പടവലം, പയർ, ചീര, മത്തൻ, കുമ്പളം, തണ്ണിമത്തൻ തുടങ്ങി വിവിധതരം പച്ചക്കറികളും ഏകദേശം 2 ഏക്കർ സ്ഥലത്തായി ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. വിഷുവിനോടനുബന്ധിച്ച് നടന്ന കണിവെള്ളരിയുടെ വിളവെടുപ്പിന് ജനപ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു. പഞ്ചായത്ത് അംഗങ്ങളായ ഷെമീന മുഹമ്മദ്, വിപിൻ ചിയാനൂർ എന്നിവർ ചേർന്ന് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇനി വരും വർഷങ്ങളും ഇതിലും മികച്ച രീതിയിലുള്ള പലതരം പച്ചക്കറികൾ കൃഷിയുമായിട്ട് വിളവെടുക്കാൻ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് നേതൃത്വം നൽകിയ എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരൻ്റെ പാപ്പനായ നാരായണ പാപ്പന് ഇനിയും മികച്ച രീതിയിലുള്ള പച്ചക്കറി കൃഷി നടത്താൻ സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി നിർത്തുന്നു. സുഹൃത്തുക്കളും സഹായികളുമായ ഹരിദാസൻ, ഉണ്ണികൃഷ്ണൻ, വേലായുധൻ, കുട്ടാപ്പി തുടങ്ങിയവരും സദാസമയവും ഇവർക്കൊപ്പമുണ്ട്. ഓരോ വർഷവും വിളവെടുപ്പ് സീസണാകുന്നതോടെ ഉത്സവ ലഹരിയോടെ നടത്തുന്ന വിളവെടുപ്പിന് ഇരുവരുടെയും കുടുംബങ്ങളും പ്രദേശവാസികളും പങ്കുചേരുന്നതും പതിവാണ്. ഇങ്ങനെ ഒരു വിളവെടുപ്പിന്റെ ഭാഗമാവാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്.
അതേപോലെ തന്നെ നമ്മുടെ നാട്ടില് ഒരുപാട് വർഷങ്ങളായി ഈ ഒരു കൃഷിയുടെ സംരംഭം തുടങ്ങിയിട്ട്. അപ്പൊ അതിൽ ഇത്രയും 100 മേനി വിളഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പൊ ഇനിയും അങ്ങോട്ടും ഈ കൃഷിയെടുപ്പിൽ 100 മേനി വിളയാനും അതിൽ നമുക്കെല്ലാം പങ്കാളികളാവാനും പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഭരണഘടന വിഭാവനം ചെയ്ത BR അംബേദ്കർ ഇന്ത്യയുടെ സൂര്യ തേജസ്സാണെന്ന് ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ ജയശങ്കർ. ദളിത് കോൺഗ്രസ് കാട്ടകമ്പാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഭരണഘടനാ ശില്പി BR അംബേദ്കർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ജയശങ്കർ. മണ്ഡലം പ്രസിഡന്റ് PB സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വാസു കോട്ടോൽ മുഖ്യപ്രഭാഷണം നടത്തി. വാസു കാഞ്ഞിരത്തിങ്കൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ MP രാജൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, സുനിൽ അരുവായി, NM റഫീഖ്, സോണി സക്കറിയ, ശശിധരൻ കണ്ടംപുള്ളി, TK പ്രഹ്ലാദൻ, KK ഇക്ബാൽ, CM ഗഫൂർ, ബിജു കണ്ടംപുള്ളി എന്നിവർ സംസാരിച്ചു. പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനും അധ്യാപകനുമായ പയ്യൂർ കളരിക്കൽ ശങ്കരൻ പണിക്കർ മകൻ ഡോക്ടർ KS പീതാംബരൻ പണിക്കർ നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച 2 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. സരസ്വതി ഭാര്യയും പ്രജീഷ്, പ്രദീപ, പ്രസീജ എന്നിവർ മക്കളും ജലജ, അനൂപ് എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.